ലാൽ, ആ വലിയ കോൺക്രീറ്റ് പാളിക്കിടയിലൂടെ ബിജുവിനെ പുറത്തെത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തിനുള്ള നീക്കമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് ലാൽ? ഉന്മേഷ്, ഇതിനകത്ത് കയറി നടപടികൾ പൂർത്തിയാക്കി എന്ന് പറയുന്നത് തീർത്തും സാഹസികമായ കാര്യം തന്നെയാണ്. പക്ഷേ കോൺക്രീറ്റ് പാളികൾ പുറത്തേക്ക് എത്തിക്കാതെ ബിജുവിനെ പുറത്തേക്ക് എടുക്കുക എന്ന് പറയുന്നത് അസാധ്യവുമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ കോൺക്രീറ്റ് പാളികൾ പുറത്തേക്ക് എത്തിക്കുക, അതായത് ബീമുകൾ പുറത്തേക്ക് എത്തിക്കുക, ബീം പുറത്തെത്തിച്ചതിന് ശേഷം ബിജുവിനെ പൂർണ്ണമായും പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതിനാണ് കൂടുതൽ ശ്രദ്ധ നടത്തുന്നത്. അതിനിടയിൽ മുകളിൽ താങ്ങി നിർത്തിയിരിക്കുന്ന കോൺക്രീറ്റിൻ്റെ വാർക്കടക്കമുള്ള കാര്യങ്ങൾ താഴേക്ക് വീഴാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഹിറ്റാച്ചിയുടെ സഹായം തേടുന്നുണ്ട്. അകത്തേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ നിലവിൽ അകത്ത് കിടക്കുന്ന കോൺക്രീറ്റ് പാളി, അതായത് ബിജുവിൻ്റെ ദേഹത്ത് പതിച്ചിരിക്കുന്ന കോൺക്രീറ്റ് പാളി പൂർണ്ണമായി എടുത്ത് നീക്കണമെങ്കിൽ അതിന് സ്വാഭാവികമായിട്ടും ഒന്നുകിൽ യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് പുറത്തേക്ക് കൊണ്ടുവരണം. അല്ലാത്ത പക്ഷം മറ്റെന്തെങ്കിലും ഒരു സംവിധാനത്തിലൂടെ ഇത് പൂർണ്ണമായും പുറത്തേക്ക് കൊണ്ടുവരാൻ വേണം. അതായത് ഇത് കട്ട് ചെയ്ത് മാറ്റുക, ആദ്യഘട്ടത്തിൽ ചെയ്ത പോലെ ഇത് മുറിച്ച് മാറ്റി പുറത്തേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. പക്ഷേ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് പുറത്തേക്ക് യന്ത്ര സംവിധാനം ഉപയോഗിച്ചുകൊണ്ട്, ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ട് ഇത് പുറത്തേക്ക് വലിച്ചു മാറ്റാനുള്ള എന്തെങ്കിലും ശ്രമം നടത്തുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ അത്തരത്തിൽ പൊളിച്ചു മാറ്റുന്ന സമയത്ത്, യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് പൊളിച്ചു പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടാകാനുള്ള സാധ്യത തീരെ ചെറുതല്ല എന്നുള്ളതുകൊണ്ട് അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളടക്കം പൂർത്തിയാക്കിക്കൊണ്ടാണ് ആദ്യഘട്ടത്തിൽ അകത്തുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരടക്കം ഇപ്പോൾ നിലവിൽ പുറത്തേക്ക് മാറിയിട്ടുണ്ട്. അകത്ത് കുടുങ്ങിക്കിടക്കുന്ന വലിയ ബീമുകൾ പുറത്തേക്ക് ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ട് മാറ്റുക, അതോടൊപ്പം തന്നെ മുകളിൽ ഉള്ള വസ്തുക്കൾ താഴേക്ക് വീഴാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. ഈ മുകളിലുള്ള കോൺക്രീറ്റിൻ്റെ വാർക്ക അത് താഴേക്ക് വീഴാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വലിയ ഹിറ്റാച്ചി സംവിധാനം ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഈ ഡ്രിഡ്ജർ പോലുള്ള സംവിധാനം ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഇതുപയോഗിച്ച് താങ്ങി നിർത്തിയതിന് ശേഷം ചെറിയ ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ട് അകത്തു നിന്ന് കോൺക്രീറ്റ് പാളികളും കഷ്ണങ്ങളും പുറത്തേക്ക് വലിച്ചിടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ബിജുവിനെ കണ്ടെത്തി കഴിഞ്ഞതിന് അപ്പുറം പുറത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഉദ്യോഗസ്ഥർ അകത്തേക്ക് കയറുകയുള്ളൂ. ആ സമയത്ത് അവരുടെ ജീവനോ മറ്റോ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടും സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിലവിൽ വലിയ ഹിറ്റാച്ചിയും അവിടെ എത്തിച്ചിട്ടുള്ളത്. അത് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ബാക്കി ക്രമീകരണങ്ങളും മറ്റു കാര്യങ്ങളും നടത്തുക എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്താണെങ്കിലും ഈ ചെറിയ ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ട് അകത്തേക്ക് എത്രത്തോളം കയറി അവിടെ നിന്ന് കോൺക്രീറ്റ് പാളികൾ അതോടൊപ്പം ബീമുകൾ എന്നിവ പുറത്തേക്ക് എടുക്കാൻ സാധിക്കുമോ അതെല്ലാം ആ രീതിയിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നിലവിൽ അകത്ത് ഉദ്യോഗസ്ഥരുടേതടക്കമുള്ള ജാക്കി പോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് താങ്ങി നിർത്തിയിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കേണ്ടതുണ്ട്. എന്താണെങ്കിലും അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ ഇത്രയും നേരം ഉണ്ടായിരുന്ന ദൗത്യത്തിൻ്റെ അത്രയും സമയം എടുക്കാതെ തന്നെ ഈ ദൗത്യം പൂർത്തിയാകും എന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാവുന്നത്. മാത്രമല്ല നേരത്തെ ഡോക്ടർമാരും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളും പറഞ്ഞ ഒരു കാര്യം, ഈ ബിജുവിൻ്റെ കാര്യത്തിൽ പ്രതീക്ഷകൾ വളരെ കുറവാണ് എന്ന കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.